Good morning, ma'am. Good morning, all. Good morning, Good morning. ma'am. Good morning, ma'am. Good morning, ma'am. Okay. First period, ma'am, sir, teacher leave ആയിരിക്കും വിചാരിച്ചോ? First ഇല്ല year ma'am, ma'am പറഞ്ഞു. ഇടയ്ക്ക് ചേഞ്ച് ഒക്കെ വേണ്ടെന്ന് അങ്ങോട്ട് വിടും അല്ലേ? ഓക്കെ. ദെൻ അപ്പോൾ നമ്മളുടെ വെന്റിലേറ്റർ നമ്മളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കേട്ടോ. നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഇത് അധികം വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം അല്ലെ, വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് ഒരു ഹോസ്പിറ്റൽ അല്ലാതെ തന്നെ അല്ലെ നമ്മളുടെ വീടുകളിലും മറ്റും ഇപ്പോ ഏറ്റവും കൂടുതൽ വേസ്റ്റ് എന്ന് പറയാം. ഏതാ? Chapter 2 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോ നമുക്കറിയാം അല്ലെ, നമ്മളുടെ വീടുകളിൽ മറ്റും ഇപ്പോ വേസ്റ്റ് എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ ഏതാണ് വേസ്റ്റ്? പ്ലാസ്റ്റിക് അല്ലേ? ആണോ? അതെ മാം. അല്ലേ? ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ജനങ്ങൾ കൂടി. അപ്പോ എന്താണ്, അവരുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു, അപ്പൊ ഉപയോഗം കൂടി, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടി, വേസ്റ്റുകൾ കൂടി അല്ലേ? അപ്പൊ നമുക്കിപ്പോ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തലത്തിലൊക്കെ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ടൊക്കെ വരുന്നില്ലേ? പ്രോപ്പർ ആയിട്ടൊക്കെ കൊടുക്കാറുണ്ടോ എല്ലാവരും? പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാറുണ്ടോ? അല്ലെ? ഹരിതസേനയുടെ ആളുകൾ വന്ന് നമ്മളുടെ വീടുകളിൽ നിന്നും എല്ലാ മാസം അല്ല തോന്നുന്നു, ഒരു 2 months 3 months ഉള്ളിലല്ലേ വരുന്നത്? അങ്ങനെയാണോ? എല്ലാ മാസവും വരും മാം. എല്ലാ മാസവും ഉണ്ട്. ഓക്കെ. ചില നമ്മളുടെ അവിടെ സ്കൂളിൽ 2 months കൂടുമ്പോൾ അങ്ങനെയാണ്. എല്ലാ മന്ത്സും അല്ല, 2 months കൂടുമ്പോഴാണ് അതിനെ കളക്ട് ചെയ്യാൻ വരുന്നത്. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇത് ചെയ്യണം കേട്ടോ. നമുക്ക് ഇവിടെ പഠിക്കുന്നത് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റിനെ കുറിച്ചാണ്. നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഫസ്റ്റ് പീരീഡ് ആയിരുന്നു ക്ലാസ്, ജസ്റ്റ് ഒരു ചേഞ്ച് ആക്കി കയറിയതുള്ളൂ കേട്ടോ. പുതിയൊരു ചാപ്റ്റർ അല്ലേ, അപ്പൊ അത് ജസ്റ്റ് ടീച്ചറിന് എന്തായാലും കണ്ടിന്യൂഷൻ ആണല്ലോ ഒരു ടീച്ചറിന്. അപ്പൊ ഓക്കെ, ഫസ്റ്റ് ക്ലാസ് എടുത്തോട്ടെ എന്നുള്ളൊരു കയറിയതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. എന്തായാലും ഞങ്ങൾ രണ്ടുപേരാണല്ലോ കയറുന്നത്, വലിയ പ്രശ്നമില്ലല്ലോ എന്ന് കരുതി. അപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നോക്കാം. നമുക്ക് ചാപ്റ്ററിലോട്ട് വരാം. നമുക്കറിയാം ഇന്ന് ഒത്തിരി ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്, പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ വരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ നിങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ തന്നെ ചിലപ്പോ ഒരു തൊട്ടടുത്ത് ലാബുകൾ ഉണ്ടാവും അല്ലെ? ഒത്തിരി ലാബുകളുണ്ട്. നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് പുതിയ ഫെസിലിറ്റീസുകളും. അതുപോലെ തന്നെ ഹോസ്പിറ്റലായിട്ടുണ്ടെങ്കിലും ലാബുകളായിട്ടും മറ്റും എന്താണ് ദിവസം പ്രതി ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഇത്രയും ഹോസ്പിറ്റലുകൾ കൂടുന്നതനുസരിച്ചും ഈ ലബോറട്ടറി മറ്റും വരുന്നതനുസരിച്ചും അവിടുന്ന് മാലിന്യങ്ങളും കൂടിക്കൊണ്ടിരിക്കും അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു, ജനസംഖ്യ കൂടുന്നു, ജനങ്ങളുടെ എണ്ണം കൂടുന്നു, അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ എണ്ണം കൂടി വരികയാണ് അല്ലെ? നമ്മളുടെ ഉപയോഗം കൂടുകയാണ്, ആളുകളുടെ എണ്ണം അനുസരിച്ച് ഉപയോഗം കൂടും, അതുപോലെ വേസ്റ്റുകളും കൂടിക്കൊണ്ടിരിക്കും. അപ്പോ അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുമ്പോഴും ഇതുപോലെ ലാബുകളും മറ്റൊക്കെ വരുമ്പോഴും അവിടെ നിന്നുള്ള മാലിന്യങ്ങളും കൂടി വരികയാണ് അല്ലെ? അവിടെ സെപ്പറേറ്റ് പ്രത്യേകിച്ച് മാലിന്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതും കൂടി വരികയാണ് ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് റീസെന്റ് ആയിട്ട് അല്ലെ? അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ലബോറട്ടറിയിൽ നിന്ന് വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റ്, നമുക്ക് അതിനെ എങ്ങനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തില ഈ ബയോമെഡിക്കൽ വേസ്റ്റിനെ നമുക്ക് തരംതിരിക്കാം എന്നൊക്കെയാണ് ഈ ഒരു ചെറിയൊരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ഓക്കെ, വലിയ പാടൊന്നുമില്ല, ഒരു 3 ക്ലാസ്സോട് കൂടി ഒരു ചാപ്റ്റർ കഴിയും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നോക്കാം. ഇൻട്രൊഡക്ഷൻ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. The amount of garbage produced by healthcare institution has increased as a result of growing medical advancement and new hospital construction for better healthcare. അല്ലേ? നമ്മൾ പറഞ്ഞു എന്താ garbage എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, the word garbage കേട്ടിട്ടുണ്ടോ? കമന്റ് ചെയ്യാമോ? അറിയാവുന്നവരുണ്ടോ? garbage വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യം എന്നൊക്കെ തന്നെ പറയാട്ടോ. എന്ന് എഴുതിയിട്ടോളൂ. ഇനി ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടേം ആണെങ്കിൽ എഴുതിയിട്ടോളൂ. വേസ്റ്റ് എന്ന് തന്നെ എഴുതിയിട്ടോളൂ കേട്ടോ. വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ എന്ന് എഴുതിയിട്ടോളൂ. നോക്കാം.
അപ്പോ the amount of capex produced by healthcare institution has increased as result of growing medical advancement and new hospital construction for better healthcare. അല്ലെ, നമ്മൾ പറഞ്ഞു വർദ്ധിച്ചു വരുന്ന പുതിയ പുതിയ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ മെഡിക്കൽ ഹെൽത്ത് കെയർ സെന്റേഴ്സും അതുപോലെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നതാണ്, കൂടുതൽ എന്താണ് അതിന്റെ ആ ഒരു നിർമ്മാണത്തിന്റെ ഫലമായിട്ട് മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുന്നു. നമ്മൾ പറഞ്ഞു ഇത്തരം ഹോസ്പിറ്റലിൽ കുറെയൊക്കെ വർദ്ധിച്ചു വരികയാണെങ്കിൽ അതനുസരിച്ച് ഹോസ്പിറ്റലിൽ നിന്നുള്ള മാലിന്യങ്ങളുടെ അളവ് വർദ്ധിക്കുന്നു. Both waste from any medical practice in healthcare facilities, testing centers, and laboratories are referred to as healthcare waste or biomedical waste. നോക്കാം, both waste from അല്ലെ എവിടെ നിന്നൊക്കെയാണ്? മെഡിക്കൽ പ്രാക്ടീസ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റി മീൻസ് ഹോസ്പിറ്റലുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള ടെസ്റ്റിംഗ് സെന്റേഴ്സുകളോ അല്ലെങ്കിൽ ലബോറട്ടറി അല്ലെ നമ്മൾ ലാബിൽ രക്തം അല്ലെങ്കിൽ പരിശോധിക്കാനൊക്കെ പോകാറില്ലേ, അതിനുള്ള ലാബുകളിൽ നിന്നും വരുന്ന വേസ്റ്റിനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വീടുകളിൽ നിന്നും വരുന്ന വേസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഹോസ്പിറ്റലുകളിൽ നിന്നും അതുപോലെ തന്നെ മെഡിക്കൽ സെന്റേഴ്സുകൾ അതുപോലെ തന്നെ ലബോറട്ടറീസ് അല്ലെ അവിടെ നിന്നുമുള്ള വേസ്റ്റുകളെയാണ് നമ്മൾ ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇതപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലുകളിൽ നിന്നും ലാബുകളിൽ നിന്നും വരുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഈസ് ദ ജനറൽ പബ്ലിക് ആൻഡ് ദ നിയർ ബൈ ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ ആൻഡ് ഫോണ കേട്ടിട്ടുണ്ടോ? ഫ്ലോറ ഫോണ സയൻസ് എടുത്ത് പഠിച്ച സ്റ്റുഡൻസിന് അറിയാൻ പറ്റുന്നോ? സസ്യജാലം ജന്തുജാലം അല്ലെ. ഫ്ലോറ എന്ന് വെച്ചാൽ സസ്യജാലങ്ങള്, അതുപോലെ ഫോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്തുജാലങ്ങള്. നോക്കാം. Healthcare workers, the general public, and the nearby flora and fauna are all at risk from hospital rush. അല്ലെ, അപ്പോ എന്താണ് ഹെൽത്ത് കെയറില് ആശുപത്രിയിൽ നിൽക്കുന്ന വർക്കേഴ്സിന് അതുപോലെ തന്നെ പബ്ലിക് അല്ലെ പൊതുജനങ്ങൾക്കും ആ പരിസരത്തുള്ള മീൻസ് ഈ ഹോസ്പിറ്റലും ലബോറട്ടറി ആയിട്ട് പരിസരത്തുള്ള സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഇത് വളരെ അപകടകരമാണെന്ന് അല്ലെ. ഇത് ഈ മാലിന്യങ്ങൾ കൊണ്ട് ദോഷം ചെയ്യുന്നത് ആർക്കൊക്കെയാണ്? പബ്ലിക്കിനും സസ്യജന്തുജാലങ്ങൾക്കും അതുപോലെ തന്നെയുള്ള ഹെൽത്ത് വർക്കേഴ്സിനും ഇങ്ങനെയുള്ളൊരു ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് ദോഷകരമാണ്. Hospital and other healthcare facilities issue with the waste disposal have grown to be a cause of rising concern. The majority of nations worldwide, especially developing countries, are facing a difficult situation as a result of environmental pollution caused by pathological waste generated by growing population and the resulting rapid growth into the number of healthcare centers. In the pathological means പാത്തോളജിക്കൽ എന്തായിരുന്നു? പാത്തോളജി കേട്ടിട്ടുണ്ടോ? പാത്തോളജി എന്ന് വെച്ചാൽ എന്തിനെ റിലേറ്റ് ചെയ്യുന്നു? പാത്തോളജി സ്റ്റഡി ഓഫ് ഡിസീസസ് അല്ലെ. നമ്മള് രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് പാത്തോളജി എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പോ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ജന്തുജാലങ്ങൾക്കും പൊതുജനങ്ങൾക്കും എല്ലാം ഇത് റിസ്ക് ആണെന്ന് അല്ലെ, അപകടകരമായിട്ടുണ്ട് അല്ലെ. അപ്പോ ഇനി നമ്മൾ പറയുന്നത് നോക്കാം. ഈ നമ്മൾ വർദ്ധിച്ചു വരുന്ന അല്ലെ ജനസംഖ്യ, നമ്മൾ ഭയങ്കര ജനസംഖ്യ എന്ന് പറഞ്ഞു. അപ്പൊ വർദ്ധിച്ചു വരുന്ന ഈ ഒരു പോപ്പുലേഷൻ എന്താണ് മലിനീകരണം ഉണ്ടാക്കുന്ന ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ഒരു മലിനീകരണം എന്നുള്ളൊരു പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അല്ലെ. അപ്പോ എന്താണ് തൽഫലമായിട്ട് ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഇങ്ങനെ അധികം മലിനീകരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് എന്താണ് ആരോഗ്യ പരിപാലനങ്ങളും അല്ലെ. നോക്കി, by growing population and അല്ലെ ജനസംഖ്യ വർദ്ധിക്കുന്നത് മൂലവും അതുപോലെ തന്നെ റിസൾട്ടിങ് റാപ്പിഡ് ഗ്രോത്ത് ഇൻ ദ നമ്പർ ഓഫ് ഹെൽത്ത് കെയർ സെന്റേഴ്സ്, ഇതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും ഹെൽത്ത് കെയർ സെന്റേഴ്സും വർദ്ധിക്കുന്നതനുസരിച്ച് മാലിന്യങ്ങളും വർദ്ധിച്ച് വരികയാണ്. അതാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. നോക്കാം അല്ലെ. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് എന്താണ്? ഒത്തിരി വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ പുരോഗതിയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ലബോറട്ടറികളും ഹോസ്പിറ്റലുകളൊക്കെ വർദ്ധിക്കുന്നതനുസരിച്ച് മാലിന്യങ്ങളും ഒപ്പം വർദ്ധിക്കുകയാണ്. അപ്പോ ഒരു ഹോസ്പിറ്റലുകളിലെയോ അല്ലെങ്കിൽ ലബോറട്ടറി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വേസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ വർക്കേഴ്സിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും പബ്ലിക്കിനും ഫ്ലോറ ആൻഡ് ഫോണ സസ്യജന്തുജാലങ്ങൾക്കും ഈ മാലിന്യങ്ങൾ വളരെ ദോഷം ചെയ്യുന്നു. ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ഇങ്ങനൊരു ഒരു
നമ്മൾ പറഞ്ഞു ഈ മാലിന്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ഈ മലിനീകരണം മൂലം ഉണ്ടാകുന്ന ഈ പാരിസ്ഥിതിക മലിനീകരണത്തിന് ഫലമായിട്ട് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മലിനീകരണം കൂടി വരാൻ കാരണം? പോപ്പുലേഷൻ കൂടുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പാത്തോളജിക്കൽ വേസ്റ്റ്, അതായത് രോഗ സംബന്ധമായിട്ടുള്ള വേസ്റ്റുകൾ, ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റുകൾ വർദ്ധിക്കുന്ന ഈ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് നമ്പർ ഓഫ് ഹോസ്പിറ്റൽസും അങ്ങനെയുള്ള ഹെൽത്ത് കെയർ വർദ്ധിക്കുന്നതും ജനസംഖ്യ വർദ്ധിക്കുന്നതും അനുസരിച്ച് അത്രയും ബയോമെഡിക്കൽ വേസ്റ്റ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് ബയോമെഡിക്കൽ എന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന് ഒറ്റ വാക്കിൽ ഇനി നമുക്ക് പറയാൻ സാധിക്കില്ലേ? ഹോസ്പിറ്റലിൽ നിന്നും ലബോറട്ടറിയിൽ വരുന്ന വേസ്റ്റുകളെയാണ് എന്ത് വിളിക്കുക? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then what is biomedical waste? BMW പറയാൻ നല്ല എളുപ്പമാണ് അല്ലെ? BMW നോട്ട് വേണ്ട, ഒറ്റ വാക്കിൽ ജസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? BMW. അപ്പൊ BMW എന്ന് പറഞ്ഞാൽ എന്താ? ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ് കേട്ടോ. നോക്കാം. Biomedical waste or hospital waste is any kind of waste containing infections to potentially infectious material produced during the treatment of both people and animals as well as during study involving biologists. അല്ലെ? അപ്പോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചികിത്സ, മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളുടെയും ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കുറച്ച് ഇൻഫെക്ഷൻസും വരുന്ന കാര്യങ്ങളിൽ ആ ഒരു അത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റിനെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചികിത്സക്കിടയിൽ ആ ഉത്പാദിക്കപ്പെടുന്ന ഈ ഒരു ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മീൻസ് രോഗങ്ങളും അസുഖങ്ങളൊക്കെ പടരാൻ ചാൻസ് ഉള്ള തരത്തിലുള്ള വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒറ്റ വാക്കിൽ എഴുതണോ ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന്? എഴുതണോ? ഓക്കെ, ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോളൂ. ചാപ്റ്റർ 32 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഇതിലധികം നമുക്ക് എക്സ്ട്രാ നോട്ട് എഴുതേണ്ടതായിട്ടില്ല, കാരണം എല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത് ഞാൻ ഷോർട്ടാക്കി തരാം. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് കൊടുത്തോ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് എഴുതിക്കോളൂ. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെ എഴുതിക്കോളൂ കേട്ടോ. എഴുതിക്കോളൂ, ആൻസർ എഴുതിക്കോളൂ കേട്ടോ. എനി വേസ്റ്റ്, എനി വേസ്റ്റ്, എനി വേസ്റ്റ് any waste containing, any waste containing any waste containing infectious materials. Infectious materials. Infections ഒക്കെ സ്പെല്ലിംഗ് PDF ലുണ്ട് കേട്ടോ. INFECH. ഞാൻ എഴുതുമ്പോഴൊക്കെ നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്യും. ഓക്കെ, infectious material. Any waste containing infectious materials. ഒറ്റ വാക്കില് അത് മതി. പറയാം. ഓക്കെ, നമ്മൾ വലിച്ചു വാരി കുറെ നോട്ട് എഴുതിയിട്ട് ഒരു കാര്യമില്ല, ഉള്ളതുപോലെ നിങ്ങൾ പഠിക്കില്ല. ഓക്കെ, അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഇനി എന്തൊക്കെയാണ് അവിടുത്തെ ലക്ഷ്യങ്ങൾ? ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. നോക്കാം. To lessen the quantity of waste that must be treated as noxious waste. In the noxious waste എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ noxious means ദോഷകരമായിട്ടുള്ളത് കേട്ടോ. ദോഷകരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ noxious. എഴുതിത്തോളൂ കേട്ടോ. അപ്പോ ഫസ്റ്റ് വൺ, to lessen the quantity of waste that must be treated as noxious waste. അല്ലെ, ദോഷകരമായിട്ടുള്ള രീതിയിലുള്ള മാലിന്യങ്ങള് ആ മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക. ലെസൺ ചെയ്യുക എന്ന് വെച്ചാൽ കുറയ്ക്കുക, അതിന്റെ അളവ് കുറയ്ക്കുക. ദോഷകരമായിട്ടുള്ള മാലിന്യം കുറയ്ക്കുക. സെക്കൻഡ് വൺ,
to lessen the exposability risk to noxious healthcare waste for workers. അല്ലെ, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക്, അവിടെയുള്ള വർക്കേഴ്സിന് അപകടകരമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ മാലിന്യങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കാൻ. ഇതുപോലെ തന്നെ അവരുടെ ജീവനും കൂടി നോക്കണ്ട് നമ്മള്. ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ, അപ്പോ അവരുടെ ഒരു ഇങ്ങനെ അവർക്കും ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഈ ആരോഗ്യ സംരക്ഷണ മാലിന്യങ്ങൾക്കുള്ള ഒരു സാധ്യത കുറയ്ക്കാൻ, ഈ ദോഷകരമായിട്ടുള്ള മാലിന്യങ്ങൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയും കുറയ്ക്കുക. To reduce the price of treatment and disposal of medical waste. അല്ലെ, ഈ ഹോസ്പിറ്റലുകളിലുള്ള മെഡിക്കൽ വേസ്റ്റുകളൊക്കെ ഡിസ്പോസൽ ഒക്കെ ചെയ്യും അല്ലെ, അത് ഡിസ്പോസൽ ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെ മാലിന്യങ്ങൾ സംസ്കരണം എന്നൊക്കെ പറയില്ലേ, അതിനുള്ള വില കുറയ്ക്കാൻ. അതായത് ഡിസ്പോസൽ ചെയ്യുന്നതിനൊക്കെ ചിലപ്പോൾ പ്രത്യേക ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അത് ഡിസ്പോസൽ ചെയ്യുന്ന ടീമുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ഇത്ര എമൗണ്ട് ചാർജ് ഒക്കെ കൊടുക്കേണ്ട ചാർജ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ചാർജ് കുറയ്ക്കുക. Then to enable the rules in non hazards general waste അല്ലെ, അപകടകരമല്ലാത്തത് നോൺ ഹസാർഡ്സ് എന്ന് വെച്ചാൽ വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള വേസ്റ്റുകൾ, അപകടകരമല്ലാത്ത പൊതുമാലിന്യങ്ങളുടെ പുനരുപയോഗം സാധ്യമാക്കാൻ. ഇപ്പോ പ്ലാസ്റ്റിക്കിന് നമുക്ക് ചിലപ്പോൾ റീപ്ലേസ് ഒക്കെ ചെയ്തിട്ട് രണ്ടാമത് മീൻസ് ഇപ്പൊ പേപ്പറുകളും മറ്റും ഡിസ്പോസൽ ചെയ്ത് നമ്മള് മീൻസ് ഒരു പുനരുപയോഗമൊക്കെ ചെയ്യുക, റീയൂസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിസ്ക് ഒന്നും ഇല്ലാത്ത മീൻസ് അപകടകരങ്ങളും അല്ലാത്ത തരത്തിലുള്ള വേസ്റ്റുകളെ പുനരുപയോഗം ചെയ്യാവുന്നത്. അപ്പൊ നമുക്ക് വേസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുമല്ലോ. ജസ്റ്റ് അതിനൊരു ലക്ഷ്യങ്ങളാണ് ആ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, വലിയ ബുദ്ധിമുട്ടില്ല, ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്നും അധികം അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ലക്ഷ്യങ്ങൾ. ക്ലിയർ ആയോ ലക്ഷ്യം? ജസ്റ്റ് വായിച്ചാൽ മതി, ബുദ്ധിമുട്ടില്ല. Then who is at risk? ഇനി ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കാണ് അപകട സാധ്യതയുള്ളതെന്ന് അല്ലെ, ആരൊക്കെയാണ് ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റിന്റെ റിസ്കുകൾ ഏറ്റെടുക്കേണ്ടവർ ആരൊക്കെയായിരിക്കും നോക്കാം. ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് അല്ലെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും നഴ്സ്. അതുപോലെ തന്നെ പേഷ്യന്റ്, ഈ മാലിന്യങ്ങളുടെ ഇതുമൂലം പേഷ്യൻസിനും അവിടെ കിടക്കുന്ന പേഷ്യൻസിനും മറ്റു അസുഖങ്ങളും മറ്റും വരില്ലേ. അപ്പോ ഡോക്ടേഴ്സ്, നഴ്സ്, then പേഷ്യൻസ്, then hospital support staff, then support staff, waste collection and disposal staff, ഈ ക്ലീനിങ്ങിനൊക്കെ വരുന്ന സ്റ്റാഫുകളും ഡിസ്പോസൽ ചെയ്യാൻ വരുന്ന സ്റ്റാഫുകളും. അതുപോലെ തന്നെ ജനറൽ പബ്ലിക് ആൻഡ് എൻവയോൺമെന്റ്, പൊതുജനങ്ങളും പരിസ്ഥിതിയും. നമ്മൾ പറഞ്ഞു സസ്യജന്തുജാലങ്ങൾക്കും ഇത് അപകടകരമായ രീതിയിൽ ദോഷം ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പേരാണ് ഹോസ്പിറ്റലിനുള്ളിലെയും പൊതുജനങ്ങളും എൻവയോൺമെന്റും ഒക്കെയാണ് ഇങ്ങനെയുള്ള ഒരു വേസ്റ്റ് മൂലം റിസ്ക് അനുഭവിക്കേണ്ടി വരുന്നത്. സോഴ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. മെയിൻ ആയിട്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സ് അല്ലെ, പ്രൈമറി സോഴ്സ് ഉണ്ട്, സെക്കൻഡറി സോഴ്സ് ഉണ്ട്. നമുക്ക് പ്രൈമറി സോഴ്സിൽ വരുന്ന എന്തൊക്കെയാണ് വേസ്റ്റ് എന്ന് നോക്കാം. പ്രൈമറി സോഴ്സ് ഇൻക്ലൂഡ് വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ ഹോസ്പിറ്റൽസ് അല്ലെ, അതായത് ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, ഓട്ടോപ്സി സെന്റേഴ്സ് എക്സെട്ര. അപ്പോ ഇത്രയും ഏരിയകളിൽ നിന്നുള്ള വേസ്റ്റിനെയാണ് പ്രൈമറി സോഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സെക്കൻഡറി സോഴ്സസിൽ വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ഓൺ ദ അതർ ഹാൻഡ് ഇൻക്ലൂഡ് ഹൗസ് ഹോൾഡ്, നമ്മുടെ വീട്ടിൽ നിന്നുള്ള വീട്ടുമാലിന്യങ്ങൾ, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് അല്ലെ, എഡ്യൂക്കേഷൻസും മറ്റും അങ്ങനെയുള്ള സെന്റേഴ്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും, അതുപോലെ തന്നെ വ്യവസായശാലകളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന മാലിന്യങ്ങളൊക്കെയാണ് സെക്കൻഡറിയിൽ. പ്രൈമറിയിലാണ് നമ്മൾ പറഞ്ഞ ബയോമെഡിക്കൽസ് ഒക്കെ വരുന്നത്. ഈ ഹോസ്പിറ്റലും ലബോറട്ടറി, മറ്റും ബ്ലഡ് ബാങ്കും ഡയാലിസിസും അങ്ങനെയൊക്കെ വരുന്നതാണ് പ്രൈമറിയിൽ വരുന്നത്. സെക്കൻഡറി വരുന്നത് ബാക്കി ഹൗസ് ഹോൾഡും നമ്മുടെ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങളും ഇൻഡസ്ട്രിയിലെയും മറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയും മാലിന്യങ്ങൾ. ഓക്കെ, അത്രയും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ എടുത്തത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇത്രയും സെക്കൻഡറി പ്രൈമറി വരെ ഒന്ന് വായിക്കാം. അത്രയും വായിച്ച് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. വായിച്ചോളൂ കേട്ടോ.
അറിയാൻ പാടില്ലാത്ത ടേമുകള് മലയാളത്തിൽ നിങ്ങൾ ഇതൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. പിന്നീട് വായിക്കുമ്പോൾ അത് ഡൗട്ട്സ് വരാതിരിക്കാനാണ്. ഇൻട്രൊഡക്ഷൻ വായിക്കാം. അതില് ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആർക്കൊക്കെയാണ് അത് ദോഷകരമായിട്ട് ഇഫക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നു. ദെൻ റിസ്കുകൾ. പ്രൈമറിയിലും സെക്കൻഡറിയിലും വരുന്നത് നോക്കണേ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പ്രൈമറിയിൽ വരുന്നത് ഹോസ്പിറ്റലിലും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓട്ടോപ്സി സെന്റേഴ്സ് മനസ്സിലായോ എന്താണ് മീനിങ്? ഓട്ടോപ്സി സെന്റേഴ്സ് അറിയാമോ? ഓട്ടോപ്സി എന്താ? ഓട്ടോപ്സി എന്ന് വെച്ചാല് മീനിങ് അറിയാവുന്നവരുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണേ. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യില്ലേ, ആ ഒരു സെക്ഷൻ കേട്ടോ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പോയി വായിക്കുമ്പോ ഒന്നും ഓർമ്മിട്ടില്ല. ഇന്ന് തന്നെ ആരും പോയി വായിക്കില്ലല്ലോ. വായിക്കോ? ഇന്നെടുത്ത കാര്യങ്ങളെ ഇന്ന് തന്നെ നമ്മൾ വായിക്കില്ലല്ലോ. നമ്മൾ ഇന്ന് അടുത്ത ആഴ്ച ഇത് നോക്കോളൂ. ആണോ? വായിക്കുന്നതാണോ വായിക്കില്ല എന്നാണോ? യെസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് വായിച്ചാലേ നല്ലത്. നമ്മള് തലേ ദിവസത്തേക്ക് വേണ്ടി കോഴ്സ് കഴിയാറായിട്ടില്ലല്ലോ. കോഴ്സ് ലാസ്റ്റ് ഒരു 1 month വേണ്ടി മാറ്റി വെച്ചിരിക്കുകയല്ലോ എല്ലാം കൂടി പഠിക്കാനായിട്ട്. എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ? ആണോ? അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, കംപ്ലീറ്റ് ആയോ? വായിച്ചോ? ഓക്കെ, ഓക്കെ. കുറച്ച് പേര് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, നല്ല കാര്യം. അങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ കമ്പയർ സ്റ്റഡി പോലെ ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ, കുഴപ്പമില്ല, നല്ല കാര്യം. പിന്നെ എല്ലാവർക്കും ടൈം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അങ്ങനെ ചെയ്തോളൂ. നല്ല കാര്യം കേട്ടോ. Then next one, classification of biomedical waste. ഇനി ബയോമെഡിക്കൽ വേസ്റ്റിന് നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യാവുന്നത് കേട്ടോ. നോക്കാം. 8 categories of medical waste are presented by the World Health Organization, WHO അല്ലെ? അപ്പോ WHO പറയുന്നത് പ്രകാരം നമ്മൾ 8 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്ന് ബയോമെഡിക്കൽ വേസ്റ്റുകൾ. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനറൽ വേസ്റ്റ്, കോമൺ ആയിട്ടുള്ള വേസ്റ്റുകള്. പാത്തോളജിക്കൽ വേസ്റ്റ്, രോഗസംബന്ധമായിട്ടും അങ്ങനെയുള്ള വേസ്റ്റുകള്. ദെൻ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത്. കെമിക്കൽ വേസ്റ്റുകൾ. ഇൻഫെക്ഷൻസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷൻസ് മീൻസ് ഇൻഫെക്ഷൻസ് വരുത്തുന്ന രീതിയിലുള്ള വേസ്റ്റുകൾ. ഷാർപ്പ് വേസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും? ഷാർപ്പ് വേസ്റ്റ് ഏതായിരിക്കും? ആ ഒരു ഷാർപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ക്ലിയർ ആകുമല്ലോ. ഹോസ്പിറ്റലിലെ ഷാർപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷാർപ്പ് വേസ്റ്റ്. നീഡിലുകൾ അല്ലെ? ഒരാൾക്ക് ഉപയോഗിച്ച നീഡിലായിരിക്കും അടുത്ത ആൾക്ക് വെക്കുന്നത്. ആണോ? ഇങ്ങനെയാണോ? അല്ല അല്ലെ?
ബ്രോക്ക് ഗ്ലാസ് വരാം. ഓക്കെ, അപ്പൊ ഈ ഒരാൾക്ക് ഉപയോഗിച്ച നീഡിൽ അവര് മാറ്റും. അതുപോലെ തന്നെ സിസേഴ്സ്, അങ്ങനെയുള്ള ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ. ദെൻ ഫാർമസ്യൂട്ടിക്കല്, മെഡിസിൻസും മറ്റും അങ്ങനെയുള്ള എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസും മറ്റും ഒക്കെയാണ്. ദെൻ പ്രഷേർഡ് കണ്ടെയ്നേഴ്സ്, അതെന്താണെന്ന് അറിയാമോ? പ്രഷേർഡ് കണ്ടെയ്നേഴ്സ്, pressurized containers waste means waste made up of both full or empty containers with pressured liquid അല്ലെങ്കിൽ gas powered materials including gas containers and aerosol cans. മീൻസ് ഒരു എന്താ പറയാ, ഒരു തരത്തിലുള്ള ക്യാൻസ് പോലത്തെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. പിക്ചർ ഇടാൻ മറന്നുപോയി. പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. മീൻസ് ലിക്വിഡും അങ്ങനെയുള്ള ലിക്വിഡ് ടൈപ്പ് ഗ്യാസ്, ലിക്വിഡ് അങ്ങനെയുള്ള ഒരു കണ്ടെയ്നർ ആണത്. നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിക്ചർ ഇടാനായിട്ട് ടീച്ചർ മറന്നുപോയി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ഓർമ്മിപ്പിക്കണേ, പിക്ചർ കാണിച്ചു തരാം കേട്ടോ. മീൻസ് ലിക്വിഡും ഗ്യാസ് ഒക്കെ കണ്ടെയ്നർ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ പോലത്തെ. നമ്മൾ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യില്ലേ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലൊക്കെ ഗ്യാസും ലിക്വിഡൊക്കെ കണ്ടെയ്നർ ചെയ്യുന്നത്? മീൻസ് നമ്മുടെ ഈ ഒരു ടാങ്ക് പോലെ തന്നെ ഇങ്ങനെ സൈഡ്, ഈ ബാക്ക് സൈഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഹോസ്പിറ്റലിന്. ഒരു ഐഡിയ കിട്ടിയില്ല അല്ലെ? കുഴപ്പമില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എന്തായാലും ക്ലിയർ ആക്കി തരാം കേട്ടോ. പിക്ചർ എടുത്തിടാൻ വിട്ടുപോയി. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഓർമ്മിപ്പിച്ചാൽ മതി. നമുക്ക് മനസ്സിലാവാത്ത, ഞാൻ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു പിക്ചർ ഇട്ടാണല്ലേ നമ്മൾ മനസ്സിലാക്കണത്. ഓക്കെ, കുഴപ്പമില്ല, അത് ഇട്ടുപോയി. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിക്ചറിന്റെ കാര്യം, പക്ഷെ അത് എടുത്തിടാൻ വിട്ടുപോയി കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കാറ്റഗറീസിൽ ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം നോൺ ഹസാർഡ് വേസ്റ്റ്, ഹസാർഡ്സ് വേസ്റ്റ്. എന്താ ഹസാർഡ്സ് വേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹസാർഡ്സ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹസാർഡ് വേസ്റ്റ് അപകടകരം അല്ലാത്തത് അല്ലെ? ഹസാർഡ് അപകടകരമായിട്ടുള്ള വേസ്റ്റുകളും നോൺ ഹസാർഡ് എന്ന് പറഞ്ഞാൽ വലിയ അപകടകാരികൾ അല്ലാത്ത തരത്തിലുള്ള വേസ്റ്റുകൾ. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. നോൺ ഹസാർഡ്സ് വേസ്റ്റ് മീൻസ് അപകടകരമല്ലാത്തത് അല്ലെ? നോൺ ഡേഞ്ചറസ് എന്ന് പറയാം. ഓക്കെ, നോക്കാം. Approximately 85% of garbage generally in the majority of healthcare facilities in known hazards. അല്ലെ? ഭൂരിഭാഗം, അപ്രോക്സിമേറ്റ്ലി ഭൂരിഭാഗം ഒരു 85% ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നോൺ ഹസാർഡ്സ് ആണ്. 85% എന്താ, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകൾ അപകടകരം അല്ലാന്ന്. ബാക്കിയുള്ളതാണ് അപകടകരമായിട്ടുള്ളത്. This involves waste, for instance, food scraps and fruit peels, along with wash water and paper cartons, then packaged material and so on. അല്ലെ? അതായത് ഈ ഫുഡ് മെറ്റീരിയലും അങ്ങനെയുള്ള ഫ്രൂട്ട്സിന്റെയും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെയാണ് വലിയ ദോഷകരം അല്ലാത്ത വേസ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു 85% അങ്ങനെയുള്ള നോൺ ഹസാർഡ്സ് വേസ്റ്റുകളാണ് ഒരു ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉള്ളത്. ഇനി നമുക്ക് നോക്കാം ഹസാർഡ് വേസ്റ്റ് അല്ലെ? ദോഷകരമായിട്ടുള്ള വേസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. Hazard waste might consist of solids, liquids, sludges or contained gases. സോളിഡിലുള്ളതും ലിക്വിഡ് ഫോമിലുള്ളതും. സ്ലഡ്ജസ് എന്ന് വെച്ചാൽ എന്താ? സ്ലഡ്ജ് സ്ലഡ് കേട്ടിട്ടില്ലേ? ചെളി മീൻസ് അങ്ങനെയുള്ള മാലിന്യങ്ങൾ എന്നൊക്കെ പറയില്ലേ നമ്മള്. അപ്പൊ അങ്ങനെ സ്ലഡ്ജസ് അല്ലെങ്കിൽ ഗ്യാസസ്, ലിക്വിഡിലെ അല്ലെങ്കിൽ സോളിഡ്സ് ഒക്കെ ആയിട്ടുള്ള തരത്തിലുള്ള ഗ്യാസസും മറ്റും. And they are principally produced by ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിക്വിഡ് ആയിട്ടുള്ളതും സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ. ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് അല്ലെ? അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പുറപ്പെടുവിക്കുന്ന സോളിഡും ലിക്വിഡും ഗ്യാസസ് അങ്ങനെയുള്ള എന്തൊക്കെയാണ് മാലിന്യങ്ങൾ. They may have damage during insufficient procedure for storage, transportation, treatment or disposal operations. അല്ലെ? അപ്പൊ എന്താണ് നമുക്കറിയാം, ഇങ്ങനെയുള്ള മാലിന്യങ്ങള് ഇപ്പോ അതിന്റെ സംഭരണം അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണമല്ലോ ഡിസ്പോസൽ ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ നീക്കം ചെയ്യൽ പ്രവർത്തനങ്ങള് എന്നിവയ്ക്കുള്ള നടപടിക്രമങ്ങളൊക്കെ കേടുപാടൊക്കെ വരുത്തിയേക്കാവുന്നത് അല്ലെ? ഇപ്പോ
ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് എന്തെങ്കിലും ലീക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നാൽ അതിപ്പോ റോഡിലൂടെയും മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികൾ കാണാറുണ്ട് അല്ലെ. അതിലൊക്കെ ലീക്കേജ് വന്നാൽ അത് പൊതുജനങ്ങളെയൊക്കെ ബാധിക്കും അല്ലെ. ഡിസ്പോസൽ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതും പലപ്പോഴും നമ്മൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഈ ഓരോ ചാക്കുകളായിട്ട് പോലെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. നിങ്ങളുടെ ഏരിയയിലൊക്കെ എങ്ങനെ അറിയില്ല എങ്കിലും നമ്മൾ കൊടുക്കുന്ന വേസ്റ്റുകള് ഇതുപോലെ തന്നെ റോഡ് സൈഡുകളിൽ ഇതുപോലെ ഇങ്ങനെ ചാക്ക് പടി ഇങ്ങനെ അവര് മേലെ മേലെ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അല്ലെ. അതിൽ വന്ന് വേറെ പുറത്തുനിന്ന് മറ്റു പട്ടികളും മറ്റൊക്കെ വലിച്ചു കീറി വേസ്റ്റുകൾ എല്ലാ റോഡിലും മറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും ഇല്ലേ. അപ്പൊ അതും നമ്മളെ തന്നെ ബാധിക്കുന്നത്, ഈ പൊതുജനങ്ങളെ തന്നെ ബാധിക്കും. അപ്പൊ ഇവിടെയും പറയുന്നതാണ് ഇങ്ങനെയുള്ള സ്റ്റോറേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കൊണ്ടുപോകില്ലേ, ഡിസ്പോസൽ ചെയ്യാനായിട്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പൊ അതിൽ ഇങ്ങനെ പോണ വഴിക്ക് വലിയ ലീക്കേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മളെ അഫക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഹസാർഡ് വേസ്റ്റിൽ പറയുന്നത്. ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുകയാണ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ഫ്ലോ ചാർട്ട് രൂപയാണ് തന്നിരിക്കുകയാണ് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കുന്നു, ഹസാർഡ്സ് വേസ്റ്റും നോൺ ഹസാർഡ്സ് വേസ്റ്റും. അപ്പോ നോൺ ഹസാർഡ് വേസ്റ്റില് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റേ ഈ ഫുഡിന്റെയും മറ്റേ ഫ്രൂട്ട്സിന്റെയും അങ്ങനെയുള്ള എന്താ പറയാ പേപ്പേഴ്സും മറ്റൊക്കെയാണ് നോൺ ഹസാർഡ്സിൽ. ഹസാർഡ് വേസ്റ്റിന് തന്നെ രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്, ഇൻഫെക്ഷ്യസ് വേസ്റ്റും അതുപോലെ തന്നെ അതർ ഹസാർഡ് വേസ്റ്റും. മീൻസ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ മറ്റ് ഹസാർഡ് വേസ്റ്റുകൾ എന്തൊക്കെയാണെന്നും അപ്പൊ നമുക്ക് നോക്കാം. ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണ്? നോൺ ഷാർപ്പ്, പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ, ലിക്വിഡ് വേസ്റ്റ്. ഇതിനൊക്കെയാണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്ന് പറയുന്നത്. അതർ ഹസാർഡ്സ് വേസ്റ്റ് നോക്കാം. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, അതുപോലെ തന്നെ ഡിസ്കാർഡഡ് ഗ്ലാസ്, ഈ പൊട്ടി അങ്ങനെയുള്ള ഗ്ലാസസുകളും മറ്റും. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ പറഞ്ഞു പെൻഡിങ് ആണ്, നാളെ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. കെമിക്കൽ വേസ്റ്റ്, രാസമാലിന്യങ്ങളും മറ്റും ഉണ്ടാവും. പിന്നെ എന്താണ് സൈറ്റോസിക്സ് അല്ലെ, സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് വെച്ചാൽ വിഷാംശം കലർന്ന തരത്തിലുള്ള വേസ്റ്റുകളൊക്കെയാണ് കേട്ടോ. സൈറ്റോടോക്സിക് എന്ന് വെച്ചാൽ വിഷാംശം കലർന്ന വേസ്റ്റുകൾ. ഇൻസിനറേറ്റർ ആഷ്, അതായത് വേസ്റ്റുകളൊക്കെ കത്തിച്ചു കഴിയുമ്പോൾ അതിന്റെ ചാരുണ്ടാവില്ലേ. നമ്മൾ പേപ്പറും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ചു കഴിയുമ്പോൾ അതിന്റെ പ്ലാസ്റ്റിക് അല്ല പേപ്പറുകളും മറ്റും കത്തിച്ചു കഴിയുമ്പോൾ ചാരം പോലെ വരില്ലേ, അതിനാണ് ഇൻസിനറേറ്റർ ആഷ് എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരത്തെയാണ് പറയുന്നത്. ഇത്രയുമാണ് അതർ ഹസാർഡ് വേസ്റ്റ് വരുന്നത്. നോൺ ഹസാർഡ്സിൽ നമ്മൾ പറഞ്ഞു ഫുഡിന്റെ ഒക്കെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ പീലിംഗ് ആ സംഭവങ്ങള് അതുപോലെ തന്നെ പേപ്പർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ദോഷകരമല്ലാത്ത രീതിയിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫ്ലോ ചാർട്ട് ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് തരംതിരിച്ച് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ വരെ നിങ്ങൾ വായിച്ചു നിർത്തിയത് ഇവിടെ പ്രൈമറി വരെ അല്ലേ, സെക്കൻഡറി വരെ വായിച്ചു അല്ലെ. അടുത്തത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് തുടങ്ങി നമ്മൾ ഇവിടുത്തെ ഫ്ലോ ചാർട്ട് വരെ കംപ്ലീറ്റ് വായിക്കാം. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ടേമുകളുടെ മലയാളം മീനിങ് എന്ത് ചെയ്യാം? വിഷാംശം കേട്ടോ, വിഷാംശം കലർന്ന വേസ്റ്റുകളാണ് കേട്ടോ സൈറ്റോക്സിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്ലഡ്ജ് ചെളി, വായിച്ചു നോക്കിക്കോളൂ, വായിച്ച് ക്ലിയർ. പാത്തോളജിക്കൽ മീൻസ് രോഗസംബന്ധമായിട്ടുള്ള കേട്ടോ ഡിസീസസ്. പാത്തോളജി സ്റ്റഡി ഓഫ് ഡിസീസസ് എന്നാണ് പറയുന്നത് കേട്ടോ. പാത്തോളജി സ്റ്റഡി ഓഫ് ഡിസീസസ്.
ഹസാർഡ് വേസ്റ്റും നോൺ ഹസാർഡ് വേസ്റ്റും നമുക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ് അല്ലെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം കേട്ടോ. ഫ്ലോ ചാർട്ട് വായിക്കാം. വായിക്കണമെങ്കിൽ ഒപ്പം തന്നെ പഠിച്ചു പോകാൻ പറ്റുമല്ലോ. ഇത് പറ്റില്ലേ? അത്രക്ക് ബുദ്ധിമുട്ടാണോ? അത്രക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വായിക്കുന്നതിന്റെ ഒപ്പം തന്നെ മനസ്സിൽ അത് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഇൻസിനേഷൻ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളിങ്ങനെ വേസ്റ്റുകളൊക്കെ കത്തിച്ച ശേഷം വരുന്ന ചാരമില്ലേ, അതിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കത്തിച്ച് കഴിയുമ്പോഴുള്ള ചാരമില്ലേ, നമ്മള് ചില കെമിക്കൽ വസ്തുക്കളൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ അതിന്റെ ചാരം, ആ ചാരം പറക്കുമ്പോൾ അതിങ്ങനെ കെമിക്കൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം. അലർജികളൊക്കെ, ചൊറിച്ചിലും മറ്റും അങ്ങനെയുള്ള കേസസുകളൊക്കെ വരും. കംപ്ലീറ്റ് ആയോ? വായിച്ചെല്ലാവരും? ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് ഒരു ടേബിൾ ആണ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചെറിയൊരു ടേബിൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നോക്കാം. ടേബിളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ബയോളജിക്കൽ ഇൻഫെക്ഷൻസ് റിസ്ക്, അതിൽ തന്നെ ബയോളജിക്കൽ ഉണ്ട്, കെമിക്കൽ റിസ്കുകൾ. ബയോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് വൺ ബയോളജിക്കൽ നോക്കാം, കെമിക്കലിക്ക് നോക്കണ്ട. ബയോളജിക്കൽ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ നോക്കാം. ബയോളജിക്കൽ റിസ്കില് ഈ വേസ്റ്റുകൾ തന്നെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഷാർപ്പ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻസ് വേസ്റ്റുകൾ, അതുപോലെ തന്നെ പാത്തോളജിക്കൽ വേസ്റ്റ്, രോഗസംബന്ധമായിട്ടുള്ളത്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരുന്ന രീതിയിലുള്ള വേസ്റ്റുകൾ, ഷാർപ്പ് വേസ്റ്റുകൾ. സിമ്പിൾ ആണ് കേട്ടോ, എളുപ്പമാണ്. നോക്കാം. ഷാർപ്പ് വേസ്റ്റുകൾ എന്തൊക്കെയാണ്? നിങ്ങൾ ടേബിൾ നോക്കണ്ട, നിങ്ങൾ പറഞ്ഞേ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിനുള്ളിൽ ഷാർപ്പ് വേസ്റ്റുകൾ എന്ന് പറയുന്നത്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഷാർപ്പ് വേസ്റ്റുകള് ടേബിൾ നോക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറയും. എന്തൊക്കെയാണ്? നീഡിലുണ്ട് അല്ലെ, ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന ഷാർപ്പ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് നീഡിലാണ്. നീഡില്, സിറഞ്ച്, ഓക്കെ, ബ്ലേഡ്, സിസേഴ്സ്, ബ്രോക്കൺ ഗ്ലാസസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ മൂന്നെണ്ണം ടേബിളിലുണ്ട്. ടേബിൾ നോക്കിയാണ് പറഞ്ഞത്, എനിക്ക് അറിയില്ല, കുഴപ്പമില്ല. അപ്പൊ ബയോളജിക്കൽ വരുന്ന ഷാർപ്പ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഷാർപ്പ് വേസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. നീഡിൽസ്, ബ്ലേഡ്സ് ആൻഡ് ബ്രോക്കൺ അല്ലെ. നീഡിൽസ് ഉണ്ട്, ബ്ലേഡ്സ്, അതുപോലെ തന്നെ ബ്രോക്കൺ ഗ്ലാസ് പീസസ്, അങ്ങനെയുള്ള ഐറ്റംസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻഫെക്ഷൻസ് വേസ്റ്റ്. ഇൻഫെക്ഷൻ ആവുന്ന തരത്തിലുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേസ്റ്റ് കണ്ടാമിനേറ്റ് വിത്ത് ബ്ലഡ്. ബ്ലഡ് എന്ന് പറഞ്ഞ വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ ബ്ലഡ് ഒക്കെ ആയിട്ടുള്ള ഇതുപോലെ സിറഞ്ചോ മറ്റും എന്തെങ്കിലുമൊക്കെ ബ്ലഡ് ആയിട്ടുള്ള ആ ഒരു ഉപകരണങ്ങൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. കൾച്ചേഴ്സ്. എന്താ കൾച്ചേഴ്സ് എന്ന് വെച്ചാല്? കൾച്ചേഴ്സ് സയൻസ് പഠിച്ച സ്റ്റുഡൻസ് ഒന്നും ഈ കൂട്ടത്തില് പെട്ടെന്ന് പറയൂ. നിങ്ങൾ ആരും സയൻസ് എടുത്തിട്ടുള്ളവരില്ല? എല്ലാവരും കൊമേഴ്സും വേറെ എന്തെങ്കിലും ഒക്കെ ആയിരുന്നോ? ആണോ? സയൻസ് ആരുണ്ട് കൂട്ടത്തില്? യെസ്, കൊമേഴ്സ് ആണോ പറഞ്ഞത്? സയൻസ് എടുത്തേക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോ? കൾച്ചർ ചെയ്യുക വെച്ചാൽ എന്താണ്? സയൻസ് ആണ്. ഓക്കെ, അപ്പൊ സയൻസുകാർക്ക് പറയാൻ പറ്റില്ലേ എന്താ കൾച്ചർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാല്? കൾച്ചേഴ്സ്
യൂറിൻ ബ്ലഡ് ഒക്കെ നമ്മൾ കൾച്ചർ ചെയ്യാൻ കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് മീൻസ് ബ്ലഡും യൂറിനൊക്കെ കൾച്ചർ ചെയ്യാൻ കൊടുക്കില്ലേ. അപ്പൊ അതിന്റെ അവശിഷ്ടങ്ങളും മറ്റും അതൊക്കെ എന്താണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കും നമുക്ക് അല്ലെ. യൂറിനിലും ബ്ലഡിലൊക്കെ മറ്റു ബാക്ടീരിയകളും മറ്റുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഇൻഫെക്ഷൻസ് ആക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട തരത്തിലുള്ള വേസ്റ്റുകളും മറ്റും തന്നെയാണ് അതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ദെൻ പാത്തോളജിക്കൽ വേസ്റ്റ്, അതായത് നമ്മുടെ പാത്തോളജിക്കൽ എന്ന് വെച്ചാൽ എന്താ, രോഗസംബന്ധമായിട്ടുള്ള ഡിസീസ് പരമായിട്ടുള്ള വേസ്റ്റുകൾ എന്താണെന്ന് നോക്കാം. ബോഡി പാർട്സ് അല്ലെ, മനുഷ്യ ശരീരഭാഗങ്ങള്, ബോഡി പാർട്സ്. അതുപോലെ തന്നെ ഹ്യൂമൻ ടിഷ്യൂസ്. എന്താ ഹ്യൂമൻ ടിഷ്യൂസ് എന്ന് വെച്ചാല് മനുഷ്യകോശങ്ങള് അല്ലെ, മനുഷ്യകോശങ്ങള്. അതുപോലെ തന്നെ സൈറ്റോടോക്സിക് വേസ്റ്റ്, വിഷാംശം കലർന്ന മാലിന്യങ്ങള്, വിഷാംശം കലർന്ന മാലിന്യങ്ങളാണ്. സോറി, സൈറ്റോടോക്സിക് ഇപ്പുറട്ടോ. അനിമൽ ക്രാസസ് മീൻസ് എന്താണ്, മൃഗങ്ങളുടെ ശവശരീരങ്ങളൊക്കെ ഇല്ലേ, മൃഗങ്ങളുടെ അടുത്ത ശരീരങ്ങളും അങ്ങനെയുള്ള കേസസ് ഒക്കെ. മാറിപ്പോയതാണ് കേട്ടോ, പെട്ടെന്ന് കെമിക്കലിലോട്ടൊന്ന് ചാടിപ്പോയി. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മള് ബയോളജിക്കലാണ് പറഞ്ഞത്. നോക്കാം. ഷാർപ്പ് വേസ്റ്റ് പറഞ്ഞു, ഇൻഫെക്ഷ്യസ് വേസ്റ്റ് എന്താണെന്നോ, ദെൻ പാത്തോളജിക്കൽ വേസ്റ്റ്. ഇത് മൂന്നുമാണ് ബയോളജിക്കൽ വരുന്നത്. ഷാർപ്പിൽ പറഞ്ഞത് നീഡില്, വെയിൽസ്, ബ്രോക്കൺ. Then infectious waste വരുന്നത് വേസ്റ്റ് കണ്ടാമിനേറ്റ് വിത്ത് ബ്ലഡ് കലർന്നത് മീൻസ് അനിമൽസിന്റെ എന്താ പറയാ, അനിമൽസിന്റെ ശവശരീരങ്ങളൊക്കെ ഇല്ലേ, അഴുകിയ തരത്തിലുള്ളത് അതിനാണ് കേട്ടോ. പ്രാക്ടീസസ് എന്ന് വെച്ചാൽ അഴുകിയ ശവശരീരങ്ങൾ, മൃഗങ്ങളുടെ അനിമൽസിന്റെ. ഓക്കെ, ദെൻ കൾച്ചേഴ്സ്, ഐസൊലേഷൻസ്. പാത്തോളജിക്കൽ വരുന്നത് എന്താണ്, കൾച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂറിനും ബ്ലഡ് അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ കൾച്ചർ ചെയ്യാൻ കൊടുക്കില്ലേ, യൂറിൻ ബ്ലഡ് അതിനൊക്കെ തന്നെ കൾച്ചർ ചെയ്യാനാണ് കൾച്ചേഴ്സ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബോഡി പാർട്സ്, ഹ്യൂമൻ ടിഷ്യൂസ്, അതുപോലെ തന്നെ അനിമൽ ക്ലാസസ്. ഇത്രയുമാണ് ബയോളജിക്കൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ഇപ്പുറത്തേക്ക് വരാം. കെമിക്കൽ റിസ്ക്, രാസപരമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ഉണ്ട്, കെമിക്കൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ. മൂന്നെണ്ണോട് കെമിക്കൽ വരുന്നത്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. നോക്കാം. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫാർമസി പരമായിട്ട് വരുന്ന വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പയർഡ് ഡ്രഗ്സ് അല്ലെ, നമ്മൾ എക്സ്പയർ ചെയ്യുന്ന ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല അല്ലെ. മെഡിസിൻസ് ഡേറ്റ് കഴിഞ്ഞ കുറെ മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും, അപ്പൊ അതൊക്കെ വേസ്റ്റിലോട്ട് കളയുമല്ലോ. എക്സ്പയർഡ് വാക്സിൻസ്, അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞ വാക്സിൻസുകളും മറ്റും. ദെൻ സൈറ്റോടോക്സിക് വേസ്റ്റുകൾ, വിഷാംശമുള്ള വേസ്റ്റുകൾ. ഇത്രയുമാണ് ഫാർമസ്യൂട്ടിക്കൽ വരുന്നത്. ഡ്രഗ്സും എക്സ്പയറി കഴിഞ്ഞ മെഡിസിൻസുകളും വാക്സിൻസുകളും ദെൻ വിഷാംശമുള്ള മാലിന്യങ്ങളും. ദെൻ കെമിക്കൽ വേസ്റ്റിൽ വരുന്നത് നോക്കാം. കെമിക്കൽ സോൾവെന്റ്സ് അല്ലെ, അതായത് കെമിക്കൽ ലായകങ്ങൾ. സോൾവെന്റ് എന്ന് പറഞ്ഞ ലായകങ്ങൾ. അതുപോലെ തന്നെ മെർക്കുറി അല്ലെ, മെർക്കുറി ഉണ്ട്. അതുപോലെ തന്നെ ശുചി ക്ലീനേഴ്സ്. ഇവിടെ പറയുന്നത് ക്ലീനേഴ്സ് ഉദ്ദേശിക്കുന്നതേ ശുചീകരണത്തിന്റെ കാര്യങ്ങളൊക്കെ വരില്ലേ. സൈറ്റോട്ടിക്സ് എന്ന് പറഞ്ഞാൽ വിഷാംശം കലർന്ന കേട്ടോ, സൈറ്റോട്ടിക്സ് വിഷാംശം കലർന്നത്. ക്ലീനേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റും വരുന്ന കെമിക്കൽ വേസ്റ്റുകളാണ് കേട്ടോ. ബാറ്ററീസ്, തീർന്ന ബാറ്ററി ഒക്കെ കെമിക്കലാണ് അല്ലെ. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ചെറിയ കുഞ്ഞു ബാറ്ററികളൊക്കെ ഇല്ലേ, അതിനുള്ളിൽ കെമിക്കലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് കളിക്കുകയാണെങ്കിൽ വായിലൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ചെറിയ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാനായിട്ട് അനുവദിക്കരുത്. കാരണം ഇതിൽ വിഷാംശം കലർന്നിട്ടുണ്ട് ബാറ്ററീസിൽ. ഓക്കെ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൽ എന്താണ്, റേഡിയോ ന്യൂക്ലിയോഡൈസ് മീൻസ് റേഡിയോ ആക്റ്റീവ്, അങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റുകൾ. ഇത്രയുമാണ് ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ബയോളജിക്കലും കെമിക്കൽ റിസ്കുകൾ, കെമിക്കലിൽ വരുന്ന വേസ്റ്റുകളും. ആ ഒരു ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കാം, ടേബിള് നല്ല രീതിയിൽ വായിച്ചു നോക്കാം. ഓരോ ഭാഗത്തിലും ഏതൊക്കെ തരത്തിലുള്ള വേസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക.
റേഡിയോ ന്യൂക്ലിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയോ ആക്റ്റീവ് കിരണങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ സ്കാനിങ്ങിനും മറ്റും അങ്ങനെ ചെയ്യോ, റേഡിയോ ആക്റ്റീവ് കിരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ തന്നെ. ഐസൊലേഷൻ മീൻസ് ഒറ്റപ്പെട്ടാന്നുള്ള ഒരു മീനിങ് ആണല്ലോ. സൈറ്റോടോക്സിക് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. എഴുതണോ സൈറ്റോടോക്സിക് വേസ്റ്റ്? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് എഴുതാം. ഒറ്റ വാക്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നതെന്ന് എഴുതാം കേട്ടോ. സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് എഴുതിക്കോളൂ. സൈറ്റോടോക്സിക് വേസ്റ്റ് എഴുതിക്കോളൂ. സൈറ്റോടോക്സിക് വേസ്റ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് കേട്ടോ. സൈറ്റോടോക്സിക് വേസ്റ്റ് ഇൻക്ലൂഡ് മെഡിസിൻ ഇൻ ടാബ്ലറ്റ്, മെഡിസിൻ ഇൻ ടാബ്ലറ്റ്, ടാബ്ലറ്റ് ഗുളിക, മെഡിസിൻ ഇൻ ടാബ്ലറ്റ്, ലിക്വിഡ് മരുന്നുകൾ, ലിക്വിഡ് ടാബ്ലറ്റ്, ലിക്വിഡ്, ക്രീം, ക്രീം ക്രീമുകളൊക്കെ തരില്ലേ, അതൊക്കെ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് കെമിക്കൽ ആയത്. ക്രീം or aerosol form, aerosol form സ്പ്രേ ടൈപ്പ് മരുന്നുകളൊക്കെ ഇല്ലേ, സ്പ്രേ ടൈപ്പ് മരുന്നുകള് കണ്ടിട്ടുണ്ടോ? നെബുലൈസിംഗ് ഒക്കെ മീൻസ് ആസ്മ പേഷ്യൻസിനൊക്കെ അങ്ങനെ സ്പ്രേ ടൈപ്പുള്ള മെഡിസിൻ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അതൊരു പറയാം. സൈറ്റോടോക്സിക് വേസ്റ്റ് ഇൻക്ലൂഡ്സ് മെഡിസിൻ ഇൻ ടാബ്ലറ്റ്, ഇൻഹേലർ, നേസൽ സ്പ്രേ അങ്ങനത്തേക്ക് കേട്ടോ. മെഡിസിൻസ് ഇൻ ടാബ്ലറ്റ്, ലിക്വിഡ്, ക്രീം ഓർ എയറോസൽ ഫോം. ക്രീമുകളല്ല, അത് ക്രീം. Then next റേഡിയോ ന്യൂക്ലിയസ്, റേഡിയോ ന്യൂക്ലിയസ് ഒന്ന് എഴുതിയെടുത്തോളൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. റേഡിയോ ന്യൂക്ലിയസ്, റേഡിയോ ന്യൂക്ലിയസ് എഴുതിക്കോളൂ. A class of chemicals, a class, CLASS, a class of chemicals a class of chemicals where the nucleus, a class of chemicals where the nucleus of the atom is unstable, means തന്മാത്രകളില്ലേ അങ്ങനത്തെ റേഡിയോ കിരണങ്ങള്. A class of chemicals where the nucleus of the atom is unstable. Okay. Okay, ഇത് ഇത്രയും പോരെ? മതി ഇത്രയും. ഓക്കെ, കംപ്ലീറ്റ് ഇനി ആവാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഓക്കെ, നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങിയത്. ഇഷ്ടപ്പെട്ടോ പുതിയ ചാപ്റ്റർ? ഇഷ്ടപ്പെട്ടോ? എന്ത് പറ്റി? ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ഉറക്കത്തിലാണോ? പറയൂ, നിങ്ങൾക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇന്ററാക്ഷനുള്ള ടൈമാണ്. കുഴപ്പമില്ല. ക്ലാസ് ഇഷ്ടായി. കുഴപ്പമില്ല, തുടക്കത്തിൽ അല്ല, ഈ കുഴപ്പമില്ല. ചാപ്റ്റർ കുറച്ച് എന്തോ ഒരു ഇതുണ്ട്, കുറച്ചൊരു ടഫ് ഉണ്ട് തോന്നുന്നു. ടഫ് ഉണ്ട്. ടഫ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമുക്ക് അറിയാത്ത കുറച്ച് ടേമുകൾ കാര്യങ്ങളുണ്ട് അല്ലെ? അതെ, നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അത് ടഫ് ആവുന്നത്. അല്ലെ? കുഴപ്പമില്ല. നമ്മൾ തുടങ്ങിയല്ലോ. നമ്മൾ ഒരു ക്ലാസ് കഴിയുമ്പോ പിന്നെ അങ്ങോട്ട് നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വന്നു, ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ എത്തി. അങ്ങനെയല്ലേ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്? ആണോ? അതെ അതെ നമുക്ക് അതെ, ഏതൊരു ഇതിപ്പോ ചാപ്റ്റർ ഫസ്റ്റ് ടൈം കേൾക്കല്ലേ, അപ്പൊ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോ നമുക്ക് എന്താന്ന് അറിയാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അല്ല നമുക്കിപ്പോ ഒരു പുതിയൊരു ചാപ്റ്റർ തുടങ്ങുമ്പോഴേ, ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എന്താ, ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുമ്പോ ആ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ക്ലാസ് നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു ചാപ്റ്ററിലോട്ട് എത്തി ഇല്ലേ? പിന്നെ സെക്കൻഡ് തേർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ആണോ? അങ്ങനെയല്ലേ പൊതുവെ? അതെ ആദ്യത്തെ ആ ഒരു ക്ലാസ് ആയിരിക്കും നമുക്ക് ആ ഒരു ഫ്ലോ, ഒരു മീൻസ് അതിനകത്ത് നമ്മൾ എത്തണമല്ലോ, ഒരു ഫ്ലോ കിട്ടിക്കൊണ്ട് അല്ലെ? ഇതിന്റെ മുമ്പ് ശരണ്യ മാം ഈ സ്പില്ലേജ് വേസ്റ്റിന്റെ കുറച്ച് എടുത്തു വെച്ചത് കൊണ്ട് തന്നെ വേസ്റ്റിന്റെ കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട്. സിലേജ് വേസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലെ? തുടങ്ങിയിട്ടുള്ളത്? ഇല്ല ഇല്ല, കംപ്ലീറ്റ് ചെയ്തില്ല. പകുതി ചെറിയൊരു ആയിട്ടുള്ളൂ. പോർഷൻ മാത്രമേ ഉള്ളൂ മാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ശരണ്യ മാം ഏകദേശം നല്ല രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ. ബയോമെഡിക്കൽ സ്പില്ലേജ് വേസ്റ്റ് വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ആയിട്ടോട്ട് എത്തുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണല്ലോ ടോപ്പിക്സുകൾ. ദെൻ അപ്പൊ ഇത് കുറച്ച് വലിയ ബുദ്ധിമുട്ടില്ല. ഇത് തോന്നുന്നു ഒരു 3 ക്ലാസ് മതിയായിരിക്കും നമുക്ക്. നമ്മൾ ഒത്തിരി ഒരുപാട് എടുത്ത് പോയാലും ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഒരു 2 പേജ് 3 പേജ് വെച്ച് എടുക്കുന്നുള്ളൂ. കാരണം അതിൽ തന്നെ പഠിച്ചിട്ട് മതി നെക്സ്റ്റ് പോകുന്നത്. നെക്സ്റ്റ് അങ്ങനെ ഞാൻ അധികം നോട്ട് തരുന്നില്ല. ബാക്കി എല്ലാ ടീച്ചേഴ്സും നോട്ട് തരുന്നുണ്ടോ? ഉണ്ട് മാം. ഉണ്ട്, ആവശ്യത്തിന് ഇതുപോലെ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതിന്. കാരണം എനിക്കങ്ങനെ നോട്ട് തന്നെന്ന് തോന്നാറുള്ളത് ഞാൻ നോട്ട് തരാറുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ഇതുപോലെ കുറച്ച് മെഡിക്കൽ ടേമുകളും അങ്ങനെ മാത്രം നമുക്ക് നോട്ട് മതി. കാരണം നല്ല രീതിയിൽ ഇത് എന്താണ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് കുറെ നോട്ട് കൂടി തന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അത്യാവശ്യം വേണ്ട നോട്ട്സ് തരാം. ഓക്കെ, രമ്യ മാം ക്വസ്റ്റ്യൻസ് തരാറുണ്ട് മാം. ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് തരുമോ? ഇല്ല, ആൻസറും ഇല്ല, നമ്മള് ആൻസറും ഒപ്പം ചെയ്യുന്നു. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ എടുക്കുന്ന ചാപ്റ്ററിലെല്ലാം അത്യാവശ്യം അങ്ങനെ വലിയ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്ററുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ എക്സ്ട്രാ അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് തരാത്തത് കേട്ടോ. ക്വസ്റ്റ്യൻസ് വരുന്ന നമ്മുടെ ചാപ്റ്റേഴ്സ് നീങ്ങണ്ടേ? നിങ്ങൾക്ക് ടൈമിനുള്ളിൽ ഇത്ര പോർഷൻസ് എടുത്ത് നിങ്ങൾക്ക് കഴിയണ്ടേ? എന്നാലും നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു പഠിക്കാനുള്ള ടൈമൊക്കെ വേണ്ടേ? സ്റ്റഡി ലീവ് ഒക്കെ വേണ്ടേ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ? പോർഷൻസ് നീങ്ങണ്ടേ? ഓക്കെ, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ മെഡിക്കൽ ടേമുകളും തരാം. ഓക്കെ, എല്ലാ ടീച്ചേഴ്സിന്റെയും വ്യത്യസ്തമായിട്ടുള്ള വേ ആയിരിക്കുമല്ലോ ഫോളോ ചെയ്യുന്നത്. അതെ, രമ്യ മാം എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വരിക എന്നതിന് ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓരോ ടീച്ചേഴ്സിനും നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? ഓരോ ടീച്ചേഴ്സിന്റെ ഡിഫറെന്റ് വേ അല്ലേ? ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചേഴ്സിന്റെ പോലെയില്ല, അല്ലെങ്കിൽ വേറൊരു ടീച്ചർ അല്ലെ? അത് ഓരോ ടീച്ചേഴ്സിനും ഓരോ വേയിൽ എടുക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പൊ ഇതുവരെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഇനി വായിക്കാതിരിക്കരുതും, ആ സമയത്ത് ഒരു കണക്ഷനും ഇല്ലാതിരിക്കരുതും. ഇനി 1 ഡേ നമുക്ക് ക്ലാസ് വരുന്നത്. അതെ മാം. അതെ, എല്ലാ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നില്ല എല്ലാവരും? ഉണ്ട്. യെസ് മാം. യെസ് മാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.